ഹലോ ഗായ്സ്, നമുക്കൊരു ട്രിപ്പ് പോയാലോ? ഗവി യാത്ര. അതൊരു യാത്രയല്ല, ഒരു അനുഭവമാണ്. ഏകദേശം 110 കിലോമീറ്റർ, 4 മണിക്കൂർ ശബരിമല ഉൾപ്പെടെയുള്ള ഉൾവനത്തിലൂടെ കാടിന്റെ മനോഹാരിത ആസ്വദിച്ച് നമുക്കൊരു യാത്ര പോയാലോ? കാട്ടുപോത്തും കാട്ടാനയും കാട്ടുകോഴിയും അങ്ങനെ നീളുന്ന കുറേ ജീവികളെയും കണ്ടുകൊണ്ടുള്ള വിവിധ ഡാമുകളുടെ ഭംഗിയിലൂടെ ഒരു ആനവണ്ടി യാത്ര. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഓർഡിനറി സിനിമ? കേരളത്തിന്റെ ഉൾമേഖലയിൽ ഒളിഞ്ഞു കിടന്നിരുന്ന ഗവി എന്ന ഈ സൗന്ദര്യം നമ്മൾ അറിഞ്ഞത് ഓർഡിനറി സിനിമയിലൂടെയാണ്. ഗവിയിലേക്ക് പോകാനുള്ള നിങ്ങളുടെ ആഗ്രഹത്തിനുള്ള ഒരു സൊല്യൂഷൻ കൂടിയാണ് ഈ വീഡിയോ. കൂട്ടുകാരെ, രാത്രി കേരളത്തിന്റെ പല KSRTC ഡിപ്പോകളിൽ നിന്നും കുമളിയിലേക്ക് ബസ്സുണ്ട്. അല്ല എങ്കിൽ സ്വന്തം വാഹനത്തിലും നമുക്ക് കുമളിയിൽ എത്തിച്ചേരാം. രാത്രിയിൽ കുമളിയുടെ നിശബ്ദതയിൽ തണുപ്പിലൂടെ നടക്കാൻ ആ യാത്ര നമ്മെ സഹായിക്കും. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പോയി റെസ്റ്റ് എടുക്കാൻ ഈ ഇരിപ്പിടങ്ങൾ കുറച്ച് ക്ലേശകരമാണ്. രാവിലെ 5 മണിക്കാണ് കുമളിയിൽ നിന്ന് ഗവി വഴി പത്തനംതിട്ടയ്ക്കുള്ള ബസ്. 198 രൂപയാണ് ടിക്കറ്റ് ചാർജ്. പിന്നെ നമ്മുടെ യാത്ര ആരംഭിക്കുന്നു കാടിൻ്റെ വശ്യ മനോഹാരിതയിലേക്ക്. KSRTC ബസ്സിനും മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന 30 വാഹനങ്ങൾക്കുമാണ് പ്രവേശനം. ഇരുചക്ര വാഹനങ്ങൾ കടത്തിവിടില്ല. പ്രഭാത ഭക്ഷണത്തിനായി കൊച്ചു പമ്പയിലെ KSEB ക്യാൻറ്റീനിൽ വണ്ടി നിർത്തിത്തരും. 6 ഡാമുകളും അതിൽ 4 ഡാമുകളുടെ മുകളിലൂടെയുള്ള യാത്രയും വിശേഷം പറച്ചിലും യാത്ര വളരെ രസകരമാക്കും. ഗവി എത്തിക്കഴിഞ്ഞ് ഒന്നുകിൽ തിരിച്ച് കുമളിക്ക് ബസ് കയറാം, അല്ലെങ്കിൽ യാത്ര മുന്നോട്ട് പോയാൽ പത്തനംതിട്ടയിൽ നിന്ന് എങ്ങോട്ടും ബസ് കിട്ടും.